എല്ലാ ചെടി ഞാൻ തട്ടി താഴെ എല്ലാത്തിനും ഞാൻ കൊല്ലാൻ പോവാ. ഹായ് ഗൈസ്, എൻ്റെ പുതിയ ജോബ് കണ്ടോ? ഫാമിംഗ് ജോബ്. നമ്മളിന്നൊരു ഫാമിലാണുള്ളത്. ഈ ജോബ് ആയിട്ടില്ല. ഇവിടെ നിൽക്കുന്ന ആളോട് ഒന്ന് ചോദിച്ചു നോക്കാം, ഇവിടെ എന്തെങ്കിലും ജോബ് അവൈലബിൾ ആണോ എന്ന്. സംസാരിച്ച് നോക്കട്ടെ. പുള്ളി ഹാർവെസ്റ്റിംഗ് ജോബാണ് ഇവിടെ ഉള്ളത്. ഹാർവെസ്റ്റിൽ കയറിയിട്ട് ക്രോപ്സ് ഡെലിവർ ചെയ്യുക. ഈ പച്ച വണ്ടി അവിടെ ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പോൾ ഇതായിരിക്കും ഹാർവെസ്റ്റർ. ഇത് നമ്മളിപ്പോൾ കൊല്ലാൻ നോക്കിയില്ലേ, നമ്മളിപ്പോൾ കുറേ ക്രോപ്സ് നശിപ്പിക്കാൻ നോക്കിയില്ലേ, അത് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് പാക്കറ്റിലാക്കി സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കണം. അതാണ് നമ്മുടെ ജോബ്. ഇത് ഇനിയിപ്പോൾ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി വെറുതെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കട്ടാവുമെങ്കിലോ? കട്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നല്ലേ? കട്ടായിട്ടൊരു പച്ച ബണ്ടില് ആവുന്നുണ്ട്. ഇതൊന്നും കട്ടായില്ലല്ലോ ഒന്നും. ഞാൻ എന്തോ ഒന്ന് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കുന്നു തോന്നുന്നു. കട്ടായോ 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 കട്ടായോ? ഒരെണ്ണം കട്ടായില്ല, ബാക്കിയൊക്കെ കട്ടായി. ഇതൊക്കെ കട്ടാവുന്നുള്ളത് ഒരു പച്ച സാധനം തെറിച്ചു പോയത് കണ്ടോ? അത് ഈ ചെടിയെല്ലാം കട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പാക്ക് ആയതാണെന്ന് തോന്നുന്നു നമ്മുടെ ട്രക്കിൽ. ഓക്കെ, എല്ലാം കട്ടാവുന്നുണ്ട്. ഇനി നമുക്ക് 22 എണ്ണം കൂടി ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിലൊരു ബ്ലാക്ക് സാധനം കാണുന്നില്ലേ, അത് വെച്ചിട്ടാണ് കട്ടാക്കുന്നത് ചെടിയൊക്കെ. ഇനി നമുക്ക് 22 ഉണ്ട്. എളുപ്പത്തിൽ ഇനി 10 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. എളുപ്പത്തിൽ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. ഒന്ന് പോയി നോക്കാം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഇതുണ്ട്, പക്ഷെ ഇതിന്റെ കൂടെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഒരു റെഡ് ട്രക്ക് കിടപ്പുണ്ട്. ഇത് നല്ല ട്രക്കാ, നമുക്ക് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ എല്ലാ വണ്ടിയിലും പറ്റുമെന്ന് അറിയില്ല. 9 ക്രോപ്സ് ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്ന മേലില്. 9 ക്രോപ്സ് നമ്മൾ ഡെലിവർ ചെയ്യണം. അപ്പം 9 ഗ്രീൻ കളർ ബണ്ടിൽസ് ഉണ്ടാവും ഇവിടെ. അതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ പറഞ്ഞത് 9 ഡെലിവർ ചെയ്യണം. ഇതെല്ലാം ഈ ട്രക്കിൽ വാരി ഇടണമല്ലോ ഗൈസ്. അതിന് കുറെ ടൈം എടുക്കുമല്ലോ. ഭയങ്കര കഷ്ടപ്പെട്ട ജോലിയായി ഫാമറിന്റെ ജോലി. ഫാമേഴ്സ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എല്ലാ വീട്ടിലും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നേനെ. രാവിലെ എഴുന്നേറ്റിട്ട് ചോറിന് വേണ്ടി. ഇതിപ്പോ ഫാമേഴ്സ് കഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ കടയിൽ പോയി വാങ്ങിയാൽ മതി. എത്ര ജോലി ചെയ്തിട്ടും തീരുന്നില്ലല്ലോ ഇത്. ബണ്ടിൽ എടുക്കണം, ട്രക്കിൽ വെക്കണം, ട്രക്ക് ഓടിക്കണം. പൈസ ആണെങ്കിൽ വെറും കുറച്ചേ ഉള്ളൂ. കുറച്ചും കൂടെ ശ്രമിക്കട്ടെ. 6 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇതും ഫെയിൽ. ഞാൻ ഇതുവരെ ഈ വോബ്ലിയിൽ ചെയ്തിട്ടുള്ള എല്ലാ ജോബും ഫെയിലാ ഗൈസ്. പിസ്സ ഫെയില്, ഫയർ ഫൈറ്റർ ഫെയില്, ഒക്കെ ഫെയിലാണല്ലോ. 5 മിനിറ്റ്സും കൂടിയാ ബാക്കിയുള്ളത്. ഞാൻ ഈ ട്രക്ക് ദൂരെ പാർക്ക് ചെയ്തിട്ട് ക്രോപ്സ് എടുത്ത് ഓടി വരുന്നതിനേക്കാളും നല്ലത് ട്രക്ക് ഇനി അടുത്ത് കൊണ്ടുപോയി വെക്കുന്നതല്ലേ. ഈ ക്രോപ്പും കൂടി ഇട്ടിട്ട് ട്രക്ക് ഞാൻ കുറച്ചും കൂടി അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവാ. ഇത് നഷ്ടമാണ് എനിക്ക്. ഇപ്പൊ നമ്മൾ ബാക്കി 4 എണ്ണം കൂടി ഉണ്ട്. ബാക്കി 4 എണ്ണത്തിന്റെ അടുത്തെത്തി. അതെടുത്ത് ഡിക്കിയിൽ വെക്കട്ടെ. ഡിക്കിയിൽ ഇനി എത്ര സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞില്ല. ചിലപ്പം ഇത്രയും 9 എണ്ണം കൊള്ളില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവാം. കാരണം ഇനി അധികം സമയമില്ല. നമ്മളിവിടെ കിടന്ന് കളിച്ചാൽ നമുക്ക് 0 പൈസ ആയിരിക്കും കിട്ടുന്നത്. എന്തെങ്കിലും ഇത്രയും ജോലി ചെയ്തിട്ട് എന്തെങ്കിലും പൈസ വാങ്ങിണ്ടേ. അപ്പം നമുക്ക് ഒരെണ്ണം കിട്ടപ്പോഴത്തേക്ക് അടുത്തത് പോയി. ഇങ്ങനെയാണെങ്കിൽ മതി, നമുക്കങ്ങ് പോയാലോ. 4 മിനിറ്റ്സും കൂടി ഉള്ളതിന്. ഇത് ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുവാണേ. ഇത് ഫിറ്റ് ആയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ നിന്നിട്ടില്ല പോകും. അതൊക്കെ കണ്ടോ പോയി. ഓക്കെ, ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ആയിട്ട് പോവാം. ഇതിന് എത്ര ദൂരം ഓടിക്കണം എന്ന് അറിഞ്ഞൂടാ. പോരാത്തതിന് നമുക്ക് അധികം സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തില്ല.
സ്പീഡിൽ ഓടിച്ച് നമ്മൾ എവിടെയെങ്കിലും തട്ടിയോ മുട്ടിയോ ചെയ്താൽ ക്രോപ്സ് താഴേക്ക് വീഴും. പിന്നെ അത് വേറെ തലവേദനയാവും. അതെടുത്ത് വെക്കാൻ നിൽക്കണം. അതിലും നല്ലത് പതുക്കെ ഓടിച്ച് എങ്ങനെയെങ്കിലും ഡെസ്റ്റിനേഷനിൽ എത്തുന്നതാ. ഞാൻ വിചാരിച്ച പോയി. ഞാനാണെങ്കിൽ അയ്യോ പറയാനേ സമയമുള്ളൂ. എന്റെ ഡ്രൈവിംഗ് കാരണം റൈറ്റില്ല ഫ്ലാഗ് കാണിക്കുന്നത്. പക്ഷെ റിസ്ക് എടുക്കുന്നില്ല. ഞാൻ റോഡുള്ള വഴി തന്നെ ഓടിക്കുന്നത്. ഈ റോഡില്ലാത്ത വഴിയിൽ ഓടിച്ച് വല്ല വെള്ളത്തിൽ വീണാൽ എന്റെ കാര്യം പോക്കാ. ഇപ്പം നേരെ കാണിക്കുന്നത് റോഡ് കൊണ്ട് നേരെ. 3.5 മിനിറ്റേ ഉള്ളൂ ബാക്കി. എത്തായിരിക്കും. ഇതൊരു ബാഡ് ഐഡിയ, എന്നാലും വേഗം എത്താൻ വേണ്ടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞ്, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇത് സംഭവിക്കുന്നു. എന്തായാലും 3.5 മിനിറ്റ് ഉണ്ടല്ലോ, ഒന്ന് എടുത്ത് 3.5 മിനിറ്റ് ഉണ്ടായതുകൊണ്ട് ഒന്ന് എടുത്ത് ട്രൈ ചെയ്യാം. ഓക്കെ, സെറ്റ്. 3 മിനിറ്റ് നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ എത്തണം. നമ്മൾ ഏതോ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അടുത്തെത്താറുമായി. സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് നീ ഇതെങ്ങനെയാണാവോ കൊടുക്കുന്നത്? ട്രക്ക് മൊത്തത്തോടെ ആണെങ്കിൽ കുഴപ്പമില്ല, എളുപ്പമാണ്. അല്ലാതെ ഓരോന്നോരോന്നായിട്ടാണെങ്കിൽ വീണ്ടും ഞാൻ കുറെ കഷ്ടപ്പെടും. ചിലപ്പം ഞാൻ കൊണ്ടുവന്ന മൊത്തം എനിക്ക് വെക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ ഇപ്പൊ ബ്രേക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ സത്യനെ ഗൈസ്. ഇതേ നമ്മുടെ ബ്രിഡ്ജ്. ഇതിന്റെ മേലിൽ കൂടി ചാടുമ്പോ എന്തെങ്കിലും പോവോ എന്തോ. പ്രാർത്ഥിച്ചോണേ അമ്മേ, അച്ഛാ രക്ഷിക്കണേ. ഒരെണ്ണം പോയി തോന്നുന്നത്. പോട്ടെ, 2 പോയാ? 2 പോയി ഗൈസ്. 2 കളയാൻ പറ്റത്തില്ല നമുക്ക്. ഒരെണ്ണം ആയിരുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കായിരുന്നു. 2 പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതായിപ്പോ. പിടിച്ച ഞാൻ ഈ പാലത്തിന്റെ മേലിൽ കൂടെ ചാടരുതായിരുന്നു ഇത്രയും സാധനങ്ങളുമായിട്ട്. പക്ഷെ നമ്മുടെ സ്ഥലത്തെത്തിന്നാ തോന്നുന്നത്. ഭാഗ്യം ഒക്കെ കയറി. പക്ഷെ നമുക്ക് ആകെ 2 മിനിറ്റ് ബാക്കിയുള്ളൂ. ഈ 2 മിനിറ്റിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റണേ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എന്നാലും എനിക്ക് പൈസ കിട്ടൂ. 2 ദിവസം എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട്. ഓക്കെ, അവിടെ ഒരു യെല്ലോ ഇത് കണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നിൽക്കാം. പുള്ളിയുടെ കയ്യിലാണെന്ന് തോന്നുന്നു കൊടുക്കേണ്ടത്. 1.5 മിനിറ്റ് ബാക്കിയുള്ളൂ. എത്ര എണ്ണം എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മിടുക്കിനനുസരിച്ചിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത്. മുക്കി കയറി പിടിക്കാതെ ക്രോപ്പിൽ കയറി പിടിക്കുക. 1. ഇനി 8 എണ്ണം ഡെലിവറി ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ 8 എണ്ണം തന്നെ എടുത്തിട്ടില്ല. അവിടുന്ന് നമ്മൾ ആകെ 6 എണ്ണമായിട്ടാണ് വന്നത്. 5 6 ആയിട്ടാണ് വന്നത്. രണ്ടാമത്തത് എടുത്ത് ചാടാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ കോഴി ഡ്രസ് ഇട്ടേക്കുന്നോണ്ടാണോ ചാടാൻ പറ്റാത്തത്? എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു പൈസയും കിട്ടില്ല. വേഗം ഗോൾഡനിൽ വെച്ചിട്ട് അടുത്ത ക്രോപ്പ് എടുക്കാൻ പോട്ടെ. 50 സെക്കൻഡ് കൂടി ബാക്കിയുള്ളൂ. ഇത് ഓക്കെ, 3 എണ്ണം സെറ്റ്. ഇനി 2 എണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഡിക്കിയിൽ. 2 എണ്ണം കൂടി ഉണ്ട്. എനിക്ക് പറ്റും 2 എണ്ണം കൂടെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പൊ ഞാൻ 4 എണ്ണം അവിടെ നിന്ന് എടുക്കാതെ വന്നത്. അത് വളരെ മോശമായി പോയി. പക്ഷെ നീ അതൊന്നും പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ ഉള്ളത് നമുക്ക് വേഗം വെച്ചിട്ട് പൈസ വാങ്ങി പോക്കറ്റ് ഇടാൻ നോക്കാം. സമയമില്ല. അയ്യോ, നമ്മൾ സമയത്തിനോട് മല്ലടിക്കുക ഗൈസ്. ലാസ്റ്റ് 20 സെക്കൻഡ്സ്. ഒരെണ്ണം കൂടി ഉണ്ട്. കിട്ടി. ഇതും കൂടെ കൊടുത്തായിരുന്നു ഒരു സമാധാനം ഉണ്ടായിരുന്നു. കൊടുത്ത് ഇനി 4 ക്രോപ്സും കൂടെ ഡെലിവർ ആവാനുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് എടുത്തില്ലല്ലോ. അപ്പം കിട്ടുന്ന പൈസയായിട്ട് ഹാപ്പി ആവാൻ. ജോബ് വീണ്ടും ഫെയിൽഡ്. $50 കിട്ടി. നമ്മൾ 5 ക്രോപ്സ് ഡെലിവർ ചെയ്ത് ഒരു ക്രോപ്പിന് $1. ATM കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് സേഫ് ആയിട്ട്. ആവുമ്പോ നാളെ ചോദിച്ചാൽ എത്ര പൈസ ഉണ്ടാക്കിയെന്ന് പറയട്ടെ. എന്നാ നീ നാളെ വേറെ ജോബായിട്ട് കാണാം കേട്ടോ. അപ്പോഴത്തേക്കും ബൈ, ടേക്ക് കെയർ. ആൻഡ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.